ആരെങ്കിലും രാത്രിയിൽ എഴുന്നേറ്റാൽ, ഈ പ്രയോഗത്തിൽ നിന്ന് ചില ഉലമാക്കൾ പറയുന്നത് രാത്രിയിൽ അവിചാരിതമായി ഉദ്ദേശിച്ച സമയത്തിന് മുമ്പേ ഉള്ള എഴുന്നേൽക്കലും അതിൽപ്പെടും, നമ്മൾ ഉദ്ദേശിച്ച ഒരു ടൈമിൽ എഴുന്നേൽക്കലും പെടും, രണ്ടും അതിൽ ഉൾപ്പെടുന്നതാണ്. അങ്ങനെ എഴുന്നേറ്റാൽ ഫഖാല ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധ്യനില്ല, വഹ്ദഹു അവൻ ഏകനാണ്, ലാ ശരീക ലഹു അവനു പങ്കുകാരില്ല, ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ അവനാകുന്നു ആധിപത്യം, അവനാകുന്നു സർവസ്തുതിയും, അവൻ എല്ലാറ്റിനും കഴിവുള്ളവനാണ് എന്ന് പറയുന്നു. അപ്പോൾ ഇതൊക്കെ അള്ളാഹുവിൻ്റെ ഏകത്വം സൂചിപ്പിക്കുകയാണ്. പിന്നീട് അൽഹംദുലില്ലാഹ് വസുബ്ഹാനല്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അപ്പോൾ വളരെ ഗംഭീരമായ അള്ളാഹുവിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അദ്കാറുകളൊക്കെ ഇതിൽ വന്നു. ഒന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് അതിൻ്റെ പൂർണ്ണ രൂപത്തിൽ, വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ വരെ. പിന്നെ അഹബ്ബുൽ കലാമി ഇലല്ലാഹ് എന്ന് പറഞ്ഞത് സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അക്ബർ. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്നുള്ളത് കൻസുൻ മിനൽ ജന്ന എന്നാണ്, സ്വർഗത്തിലൊരു കൻസാണ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. ഗംഭീരമായ ദിക്റാണ്. ഈ ദിക്റുകൾ കൂടി പറഞ്ഞിട്ട് സുമ്മ ഖാല, എന്നിട്ട് പറയാണെന്ത്, ഇതൊക്കെ പറഞ്ഞിട്ട്, ഇതൊക്കെ വസീലയാണ്, എന്നിട്ട് പറയാണ് അല്ലാഹുമ്മ ഗ്ഫിർലി, അല്ലാഹുവേ നീ എനിക്ക് പുറത്തു തരണേ റബ്ബേ. ഔ ദഅ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ദുആ ചെയ്തു, അല്ലാഹുവേ എൻ്റെ കടങ്ങൾ തീർത്തു തരണേ, അല്ലാഹുവേ എൻ്റെ രോഗം മാറ്റണേ, അല്ലാഹു എൻ്റെ കുടുംബത്തിന് ബറക്കത്ത് നൽകണേ, അല്ലാഹു എൻ്റെ മക്കളിൽ കൺകുളിർമ നൽകണേ എന്നിങ്ങനെ എന്ത് കാര്യവും ഇങ്ങനെ പറഞ്ഞ് ദുആ ചെയ്താൽ ഉസ്തുജീബ, അതിന് ഇജാബത്തുണ്ട്, അതിന് ഉത്തരം കിട്ടും, ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടും. ഫഇൻ തവദ്ദഅ വസല്ല, ഇനി വുദു എടുത്ത് നമസ്കരിക്കുക കൂടി ചെയ്താലോ ഖുബിലത് സ്വലാത്തുഹു, ആ നമസ്കാരം സ്വീകരിക്കപ്പെടും. അപ്പോൾ ഉറങ്ങി എഴുന്നേറ്റ ഉടനെ തന്നെ ഒരാൾ അള്ളാഹുവിനെ ഓർത്ത് ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ ആ വ്യക്തിയോട് അള്ളാഹുവിന് പ്രത്യേകമായൊരു ഇഷ്ടമുണ്ടാകും. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല ഒന്നാമത്തെ ആകാശത്തേക്ക് ഇറങ്ങി വരുന്ന സമയം കൂടിയാണത്. ഏതൊരു രാത്രിയുടെയും അവസാന യാമത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിലേക്ക്, അഥവാ ഭൂമിയോട് ഏറ്റവും അടുത്ത ഒന്നാമത്തെ ആകാശത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട്. ആരുണ്ട് എന്നോട് ദുആ ചെയ്യാൻ, അവർക്ക് ഞാൻ ഉത്തരം നൽകാം. ആരുണ്ട് എന്നോട് ചോദിക്കാൻ, അവരുടെ ആവശ്യങ്ങൾ ഞാൻ തീർത്തു കൊടുക്കാം. ആരുണ്ട് എന്നോട് പാപമോചനം തേടാൻ, അവരുടെ പാപങ്ങൾ ഞാൻ പുറത്തു കൊടുക്കാം. ആരുണ്ട് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നല്ല കടം നൽകാൻ, അവർക്ക് ഞാൻ ഇരട്ടിയായി നൽകാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒന്നാമത്തെ ആകാശത്തേക്ക് അള്ളാഹു ഇറങ്ങി വരുന്ന സമയമാണ്. ആ സമയത്ത് ഉറങ്ങി എഴുന്നേറ്റ ഉടനെ തന്നെ ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുമ്പോൾ അള്ളാഹുവിന് ആ അടിമയോട് വലിയ ഇഷ്ടമാവുകയാണ്. പിന്നീട് ഈ അദ്കാറുകളൊക്കെ പറയുമ്പോൾ ആ അടിമയോട് റഹ്മാനായ റബ്ബിന് കൂടുതൽ ഇഷ്ടമാവുകയാണ്. കാരണം അള്ളാഹു പറയുന്നത് ഫദ്കുറൂനി അദ്കുറുക്കും, നിങ്ങൾ എന്നെ ഓർത്താൽ ഞാൻ നിങ്ങളെ ഓർക്കാം എന്നാണ്. അപ്പം നമ്മൾ അള്ളാഹുവിനെ ഓർക്കുമ്പോൾ അള്ളാഹു തീർച്ചയായും നമ്മെ ഓർക്കും.